നെൽകൃഷി പ്രോത്സാഹന ബോണസിനോടുള്ള കേന്ദ്ര സർക്കാരിന്റെ എതിർപ്പ് കർഷക വിരുദ്ധവും കേരള വിരുദ്ധവുമാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി. കേരളത്തിലെ പ്രത്യേകിച്ച് കുട്ടനാട്ടിലെ നെൽകർഷകർ കടുത്ത വെല്ലുവിളികൾ നേരിടുന്ന സമയത്ത് വർദ്ധിച്ച നെല്ലുൽപാദനത്തെ സാമ്പത്തിക ബാധ്യതയായി മുദ്രകുത്താനുള്ള കേന്ദ്രത്തിന്റെ ശ്രമം വളരെയധികം അസ്വസ്ഥത ഉളവാക്കുന്നുവെന്നും എം പി പറഞ്ഞു. നെൽകൃഷി പ്രോത്സാഹന ബോണസ് സംബന്ധിച്ച കേന്ദ്ര സർക്കാരിന്റെ എതിർപ്പ് കർഷക വിരുദ്ധവും കേരള വിരുദ്ധവുമാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി പറഞ്ഞു. കാർഷിക ദുരിതത്തോടും ഭക്ഷ്യസുരക്ഷയോടും കേന്ദ്ര സർക്കാർ കാട്ടുന്ന പൂർണ്ണമായ അസഹിഷ്ണുതയെ തുറന്നു കാട്ടുന്നതാണ് ഈ സമീപനമെന്നും എം പി പറഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനം, വിളവ് കുറയൽ, വർദ്ധിച്ചുവരുന്ന ഇൻപുട്ട് ചെലവുകൾ, ആവർത്തിച്ചുള്ള വിളനാശം എന്നിവ കാരണം സംസ്ഥാനത്തെ പ്രത്യേകിച്ച് കുട്ടനാട്ടിലെ നെൽകർഷകർ കടുത്ത വെല്ലുവിളികൾ നേരിടുകയാണ്. ഈ സാഹചര്യത്തിൽ വർദ്ധിച്ച നെല്ലുൽപാദനത്തെ സാമ്പത്തിക ബാധ്യതയായി മുദ്രകുത്താനുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമം അസ്വസ്ഥത ഉളവാക്കുന്നതാണെന്നും എം പി പറഞ്ഞു. ഭക്ഷ്യസുരക്ഷയെ ഒരു ബാധ്യതയായി കണക്കാക്കുന്നത് തന്നെ അപകടകരവും പിന്തിരിപ്പനുമായ നയസമീപനമാണെന്നും കൊടിക്കുന്നിൽ സുരേഷ് എം പി പറയുന്നു. സംസ്ഥാനത്തെ നെൽകൃഷിയുടെ നിലനിൽപ്പ് ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാരിന്റെ മിനിമം സപ്പോർട്ട് പ്രൈസിനു പുറമെ പ്രോത്സാഹന ബോണസ് സംസ്ഥാന സർക്കാർ നൽകുന്നുണ്ട്. ഈ പിന്തുണ ഒരു ജനകീയ നടപടിയല്ല, മറിച്ച് കേരളത്തിലെ നെൽകൃഷിയുടെ തകർച്ച തടയുന്നതിനുള്ള നിർണായക ഇടപെടലാണ്. ഈ പ്രോത്സാഹനം നിർത്തലാക്കാനുള്ള കേന്ദ്രത്തിന്റെ നിർദ്ദേശം ചെറുകിട നാമമാത്ര കർഷകരുടെ ഉപജീവന മാർഗത്തിന് നേരെയുള്ള ആക്രമണമാണെന്നും എം പി പറഞ്ഞു. CDNet ന്യൂസ്, മാവേലിക്കര.